ഹലോ ഫ്രണ്ട്സ്, എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് മുമ്പ് കാണിച്ച ബോക്സ് തന്നെയാണ്. പക്ഷെ മുമ്പ് കാണിച്ചത് 10 ഇഞ്ചാണെങ്കിൽ ഇത് 8 ഇഞ്ചാണ്. ഇതിന് വേറെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഇതിൽ ഊഫർ ഇരിക്കുന്നത് പവർ ടോണിന്റെ 8 ഇഞ്ച് ഊഫറും 4 ഇഞ്ച് സിപ്പിന്റെ മിഡ് റേഞ്ചും 3 ഇഞ്ച് ജിടെക്കിന്റെ ട്യൂട്ടറുമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ള വീഡിയോയിൽ ചെയ്തിട്ടുള്ള 10 ഇഞ്ച് 3-വേ ബോക്സ് ചെയ്തിട്ടുള്ളത് 18 mm MDF-ലാണ് ചെയ്തിട്ടുള്ളത്. ഇത് 3-വേ ബോക്സ് 8 ഇഞ്ച് ആയതുകൊണ്ട് ഇത് 12 mm MDF-ലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതും നല്ല ഫിനിഷിംഗ് തന്നെയാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അതായത് കണ്ടാൽ അറിയാം, കമ്പനി ചെയ്യുന്ന അതേ മോഡൽ തന്നെയാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ വീണ്ടും പറയാണ്, കറക്റ്റ് ആയിട്ടുള്ള ആംപ്ലിഫയർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ 3-വേ ബോക്സിന് കറക്റ്റ് ആയിട്ട് മാച്ചായി വർക്ക് ആവുള്ളൂ, അല്ലെങ്കിൽ വർക്ക് ആവൂല. അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുന്നതാണ്, മുമ്പ് വീഡിയോയിൽ പറഞ്ഞ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ബാസ്റ്റബിൾ ബോർഡ് വേണം. എന്നാലാണ് ആ നടുവിലിരിക്കുന്ന മിഡ് റേഞ്ച് കറക്റ്റ് ആയിട്ട് ആ ഫ്രീക്വൻസി തരുള്ളൂ നമുക്ക് ചെവിയിലേക്ക്, ഇല്ലെങ്കിൽ കിട്ടില്ല. അത് ഞാൻ പ്രത്യേകം പറയുകയാണ്. ഈ ഒരു ബോക്സ് കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ നമുക്ക് കേൾക്കാനും അതുപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ബോക്സ് തന്നെയാണ് ഈ ഒരു ബോക്സ്. അത് 3-വേ ഉപയോഗിക്കുന്നവർക്ക് അത് അറിയാൻ പറ്റും, ഇതിന്റെ ഒരു വർക്കിംഗ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. നമ്മളിത് 8 ഇഞ്ചൊക്കെ ചെയ്യുമ്പോൾ 6 ഇഞ്ചൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും 12 mm MDF-ലാണ് ചെയ്യുക. അത് അതിൽ കൂടിയ വാട്സ് കൂടിയ 10 ഇഞ്ച് ഊഫറൊക്കെ നമ്മൾ വെക്കുമ്പോൾ നമ്മൾ ഏകദേശം 18 mm MDF-ലാണ് നമ്മൾ ചെയ്തു കൊടുക്കാറ് ബോക്സ്. അതിൻ്റെതായ വർക്കിംഗ് കിട്ടണമെങ്കിൽ അതുപോലെ ചെയ്താലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല, ആ ഒരു ക്വാളിറ്റി കിട്ടില്ല. ഇതിന്റെ അടിയിലാണ് എയർ ഹോൾസ് വന്നിട്ടുള്ള, മറ്റേ ബോക്സിനെ പോലെ തന്നെയാണ് അടിയിലാണ് എയർ ഹോൾസ് കൊടുത്തിട്ടുള്ളത് ചെയ്തപ്പോ. പിന്നെ നെറ്റൊക്കെ വരുന്ന പൈനിയറിന്റെ ഒക്കെ പഴയ ബോക്സിൽ വരുന്ന മാതിരി തന്നെയുള്ള നെറ്റാണ് ഈ ഒരു ബോക്സിനും നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതായത് സാധാരണ സ്പീക്കർ ബോക്സിന് എങ്ങനെ വരുന്ന പഴയ പണ്ടത്തെ മോഡല് കമ്പനി സെറ്റിനൊക്കെ വരുന്ന ആ 3-വേ ബോക്സിന് വരുന്ന അതുപോലത്തെ ആ സെയിം നെറ്റ് തന്നെയാണ് ഈ ഒരു നെറ്റ്. അത് കണ്ടാൽ അറിയാം, ആ ഒരു ക്വാളിറ്റി തന്നെ ഇതിനുണ്ട്. പ്രൊഫഷണലായിട്ട് സ്പീക്കർ ബോക്സ് ചെയ്യുന്നവർ തന്നെയാണ് ഈ ബോക്സ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ബോക്സ് ഇത്രയും ഫിനിഷിംഗിൽ ഇരിക്കുന്നത്. ആ ഊഫറൊക്കെ ഇരിക്കുന്നത്, മിഡൊക്കെ ഇരിക്കുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് അതിന് സീറ്റിംഗ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത് നമുക്ക് ഇതിന്റെ നെറ്റ് ഊരി വെച്ചിട്ട് വർക്ക് ചെയ്യിക്കുകയാണ്. അതൊരു കാണാനൊരു ഭംഗി, നല്ല രസമായിരിക്കും, കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. നെറ്റൊക്കെ ഊരി വെച്ചിട്ട് നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ കാണാനൊക്കെ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും. നെറ്റ് ഇട്ടാലും ഭംഗിയുണ്ട്, നെറ്റ് ഇട്ടിട്ടില്ലെങ്കിലും ഭംഗി. രണ്ട് സൈസിലും നമുക്കത് ഉപയോഗിക്കാം ഈ ബോക്സ്. ഇതില് നമ്മൾ 3-വേ ക്രോസ് ഓവർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോക്സ് ആണത്. 3-വേ ക്രോസ് ഓവർ ഒക്കെ ഉണ്ട് ഇതില്. സീറ്റണിന്റെ ക്രോസ് ഓവർ ആണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 3-വേ സീറ്റണിന്റെ ഒക്കെ നല്ല ക്രോസ് ഓവർ ആണ്. അതായത് കൽക്കട്ടന്റെ ക്രോസ് ഓവർ ആണ് ഇതിൽ വരുന്നത്. സീറ്റൺ കൽക്കട്ടയാണ്. അത് നെറ്റിൽ നോക്കിയാൽ അറിയാം നമുക്ക് ഈ ക്രോസ് ഓവറിനെ കുറിച്ച്. നല്ല ക്രോസ് ഓവർ, നല്ല 10, 20, 25 വർഷം പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ് സീറ്റണ്. അതേ ടീം തന്നെയാണ് ഇപ്പോഴും അത് ചെയ്യുന്നത്. അപ്പൊ അതേ ക്വാളിറ്റി തന്നെ അവരെ ഊഫറിനും ഒക്കെ ഉണ്ട്. അവരെ ഊഫറിനും അവരെ എല്ലാ പ്രൊഡക്റ്റിനും അങ്ങനെ തന്നെ. പല സ്പീക്കറുകളും അവർ ഇറക്കുന്നുണ്ട്, പല മോഡൽ ക്രോസ് ഓവർ ഒക്കെ സീറ്ററിന് ഇറക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ക്വാളിറ്റി തന്നെ ഉണ്ട് അതിന്. അപ്പൊ ഇതുപോലുള്ള സ്പീക്കർ ബോക്സിന്റെ, അതായത് 3-വേ ബോക്സിന്റെ സ്പീക്കറിന്റെ മിഡ് റേഞ്ചിന്റെ ക്രോസ് ഓവറിന്റെ ഒക്കെ വീഡിയോ ഇനിയും ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ബോക്സോ സ്പീക്കറോ ആംപ്ലിഫയറോ ആവശ്യമുണ്ടെങ്കിൽ എന്റെ ചാനലിൽ ഞാൻ എന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്പറിൽ ഫോൺ ചെയ്താൽ മതി, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, നമ്മൾ അയച്ചു തരും. ഇനി സ്പീക്കറോ ക്രോസ് ഓവറോ മിഡ് റേഞ്ചോ അതുപോലെ ബോക്സോ എന്ത് വേണമെങ്കിലും അയച്ചു തരും. ഓക്കെ, താങ്ക് യു.